ഹലോ ഹായ് നമസ്കാരം. ഉണ്ണി മുകുന്ദൻ നായകനെ അഭിനയിച്ച ഗെറ്റ് സെറ്റ് ബേബി എന്ന പുതിയ സിനിമ ഉണ്ട്. ഒരു ആവറേജ് ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് ശരിക്കും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിമല്ല. ഇത് ജസ്റ്റ് ഒരു OTT-യിൽ ഇറക്കേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു തീം തന്നെയാണ് ഫിലിമിൽ പറയുന്നത്. പക്ഷേ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ കണക്ട് ഈ ഫിലിമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയെ തോന്നിയത്. സ്ക്രീൻ പ്ലേ ഒട്ടും എൻഗേജിങ് അല്ല, ഭയങ്കര വീക്ക് സ്ക്രീൻ പ്ലേ ആണ്. പടം ഒട്ടും എന്റർടൈനിങ് അല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കണ്ടിരിക്കാം, ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം എന്നുള്ളതാണ്. വിനയ് ഗോവിന്ദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡയറക്ഷനൊക്കെ ഓക്കെ ആയിരുന്നു. നല്ല കളർഫുൾ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഫിലിം എടുത്തു വെച്ചിരിക്കുന്നതും നന്നായിട്ട് തന്നെയാണ്. ഒരു മോശം പറയാനില്ല. ഫിലിമിന്റെ സ്ക്രിപ്റ്റിന്റെ ആ ഒരു പോരായ്മ കൊണ്ടാണ് നമുക്ക് ഈ ഫിലിം ഒരു ആവറേജ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. മലയാളത്തിന്റെ യുവനടന്മാരിൽ ഗ്ലാമറിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ. അതുകൊണ്ട് തന്നെ പുള്ളിനെ കാണാൻ തന്നെ നല്ല രസമാണ് സ്ക്രീനിൽ. ഉണ്ണി മുകുന്ദൻ ഓക്കെ ആയിരുന്നു ഫിലിമിൽ. പുള്ളിയുടെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. ഡയലോഗ് ഡെലിവറിയും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നില്ല. ഡയലോഗ് ഡെലിവറി എല്ലാം ഓക്കെ ആയിരുന്നു, നന്നായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്രസൻസ് ആണ്. പുള്ളിയുടെ ആ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിരുന്നു. പിന്നെ നിഖില വിമലുണ്ട്. നിഖില വിമലിന്റെ ക്യാരക്ടറും ഓക്കെ ആയിരുന്നു. ശ്യാം മോഹൻ, ചെമ്പൻ വിനോദ് ജോസ്, മുത്തുമണി, ദിനേശ് പ്രഭാകർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു താരങ്ങൾ. പിന്നെ ഈ സിനിമയിലെ ഒരു എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് സുധീഷിന്റെയും സുരഭി ലക്ഷ്മിയുടെയാണ്. അത് അവരുടെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അത് നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല, നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിമിൽ ഇവരുടെ എപ്പിസോഡൊക്കെ വരുമ്പോൾ അത്ര ഇന്റൻസ് ആയിട്ട് നമുക്കൊരു ഫീല് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഫിലിമിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS ആണ്. പാട്ടുകളൊക്കെ ഓക്കെ ആയിരുന്നു. സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന മ്യൂസിക് തന്നെയായിരുന്നു. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ച് ലൗഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ കയറി വരുന്ന പോലെ തോന്നി. ഈ സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് അലക്സ് ജെ പുള്ളിക്കലാണ്. ക്യാമറ വർക്ക് അത്യാവശ്യം കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കളറിങ്ങും ആ ഒരു ഫ്രെയിംസും എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അർജു ബെന്നാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ തിയേറ്റർ വാച്ചിൽ എനിക്ക് ജസ്റ്റ് ഒരു ആവറേജ് ഫിലിമായിട്ടാണ് ഗെറ്റ് സെറ്റ് ബേബി അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.